നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സംഗീത ലോകം ഗാനഗന്ധർവനായി വാഴ്ത്തുന്ന ഗായകനാണ് കെ.ജെ. യേശുദാസ്. ചെറിയ പ്രായം മുതൽ സംഗീത ലോകത്തിന് നിരവധി സംഭാവനകൾ സമ്മാനിച്ച യേശുദാസ് ആദ്യമായി പിന്നണി ഗായകരംഗത്ത് 60 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. പ്രായം കൂടുന്തോറും ചെറുപ്പമാകുന്ന ശബ്ദം, ഏതു പ്രായത്തിലുള്ളവരെയും പിടിച്ചിരുത്തുന്ന ഗാനഗന്ധർവന്റെ ശബ്ദത്തെ സ്നേഹിക്കാത്ത മലയാളികളില്ല. യേശുദാസിന്റെ കരിയറിലെ ഒരുപിടി മികച്ച ഗാനങ്ങൾ ഒരുക്കിയത് രവീന്ദ്രൻ മാസ്റ്ററായിരുന്നു. അദ്ദേഹത്തിന്റെ മിക്ക ഗാനങ്ങളും ഇന്ന് അനശ്വരമായി നിലനിൽക്കുന്നു. ഹിസ് അബ്ദുള്ളയിലെ ഗാനങ്ങളെല്ലാം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചവയാണ്. സംഗീത സംവിധായകൻ എന്ന നിലയിൽ രവീന്ദ്രൻ മാസ്റ്റർ തന്റെ കഴിവുകൾ മുഴുവൻ പുറത്തെടുത്ത ഗാനങ്ങളാണ് ഈ സിനിമയിലേത്. യേശുദാസ് പാടിയ പ്രമദവനം എന്ന ഗാനം ഇന്നും അനശ്വരമായി നിലനിൽക്കുന്നു. ഇപ്പോഴിതാ ഈ ഗാനത്തിന് പിന്നിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് പങ്കുവെക്കുകയാണ് രവീന്ദ്രൻ മാസ്റ്ററുടെ ഭാര്യ ശോഭന രവീന്ദ്രൻ. ഹിസ് അബ്ദുള്ള തൊട്ട് രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതത്തിന്റെ ശൈലി മാറിയെന്ന് ശോഭന പറയുന്നു. ആദ്യമൊക്കെ ലോക്കൽ പാട്ടുകൾ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹിസ് അബ്ദുള്ളയ്ക്ക് ശേഷം നിലവാരം കുറഞ്ഞ പാട്ടുകൾ വന്നിട്ടില്ല. അതിനു മുമ്പും അത്തരം കുറച്ചു പാട്ടുകളെ പാടിയിട്ടുള്ളൂ. ദാസേട്ടന്റെ പാട്ട് നിർത്താൻ തീരുമാനിച്ച സമയമായിരുന്നു അത്. എല്ലാ സിനിമകളിലും ഒരേപോലെ പാടി അദ്ദേഹത്തിന് മതിയായി. ഇനി കച്ചേരിയിൽ മാത്രമേ പാടുന്നുള്ളൂ എന്ന് പറഞ്ഞ് പിൻവാങ്ങിയ സമൂഹമാണ്. ഈ സമയത്താണ് ഹിസ് അബ്ദുള്ള വരുന്നത്. കഥ കേട്ടപ്പോൾ തന്നെ എന്താണ് വേണ്ടതെന്ന ഭാവന വന്നിരിക്കാം. അത്രയും നല്ല സീരിയസ് കഥയാണ്. ഇതിൽ ദാസേട്ടൻ പാടാതെ എങ്ങനെയാണെന്ന് രവിയേട്ടൻ ഓരോ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ദാസേട്ടനാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ. പാട്ടൊന്ന് കേട്ടിട്ടേ ദാസേട്ടൻ തീരുമാനിക്കൂ. ദാസേട്ടൻ പാടുന്നില്ലെങ്കിൽ ഞാനിനി പടം ചെയ്യില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ദാസേട്ടൻ പാടാതിരിക്കാൻ കഴിഞ്ഞില്ലെന്ന് ശോഭന ഓർത്തു. ആ സമയത്ത് ദാസേട്ടൻ അങ്ങനെ ഒരു പാട്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മാത്രമേ അങ്ങനെ ഫലിപ്പിക്കാൻ പറ്റൂ. വേറെ ആര് പാടിയാലും ഒരു പോയിന്റ് താഴെയായിരിക്കും. ശോഭന രവീന്ദ്രൻ ഓർത്തു. ദാസേട്ടൻ എല്ലാ പാട്ടുകളും പാടുന്നെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. അവരവർ അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മൾ അവരെ മറികടന്നു വരണം. ഒരാൾ താഴ്ന്നു കൊടുത്തു വന്നിട്ട് എന്താണ് കാര്യം? അദ്ദേഹം നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ പറ്റാത്തതെന്നാണ് സംസാരം ഇടയ്ക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ശോഭന ചൂണ്ടിക്കാട്ടി. കൈതപ്രവും രവിയേട്ടനും വല്ലാത്തൊരു കോമ്പിനേഷനാണ്. ഹിസ് അബ്ദുള്ളയിൽ രവിയേട്ടൻ പാട്ട് പാടിയിട്ടുണ്ട്. MG ശ്രീകുമാറാണ് ആദ്യം പാടിയത്. അദ്ദേഹം മനോഹരമായി പാടി. പക്ഷെ വേറൊരു രീതിയിലായിരുന്നു. ദാസേട്ടനും ശ്രീകുമാറുമാണ് ആ സീനിൽ വരുന്നത്. കുറച്ചുകൂടി നന്നാകണം എന്ന ചിന്തയിലാണ് ശ്രീകുമാർ പാടിയത്. പക്ഷെ സാഹചര്യത്തിന് ചേരുന്നതായിരുന്നില്ല. ധിക്കാരത്തോടെയാണ് അവിടെ പാടേണ്ടത്. ഈ ധിക്കാരം രവിയേട്ടനെ വരൂ എന്ന് മോഹൻലാലാണ് പറഞ്ഞതെന്നും ശോഭന രവീന്ദ്രൻ ഓർത്തു. അതേസമയം ദേവരാജൻ മാസ്റ്ററോട് നീതീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ യേശുദാസ് ചെയ്തതായി രാജേന്ദ്ര ബാബുവിന്റെ വെളിപ്പെടുത്തലും ഏറെ വൈറലായിരുന്നു. യേശുദാസ് തന്നെ ചതിച്ചതായി ദേവരാജൻ മാസ്റ്റർ തന്നെ ഒരിക്കൽ പറഞ്ഞു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. മലയാളം ചലച്ചിത്ര സംഗീതത്തിന്റെ 50ാം വാർഷിക ആഘോഷ പരിപാടിക്കിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. പരിപാടിയിൽ ദാസേട്ടൻ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞുവെങ്കിലും പിന്നീട് വന്നു. പരിപാടിയുടെ ഓഡിയോ വീഡിയോ ജോണി സാഗരിക വാങ്ങുകയും അതിന് പ്രതിഫലമായി 16 ലക്ഷം രൂപ ദേവരാജൻ മാസ്റ്റർക്ക് നൽകുകയും ചെയ്തു. ഈ വസ്തുത ജോണി എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. പക്ഷേ പരിപാടിക്ക് ദിവസങ്ങൾക്ക് മുൻപ് ഇതിന്റെ അവകാശം തനിക്ക് നൽകണമെന്നും പ്രതിഫലമായി 8 ലക്ഷം രൂപ നൽകാമെന്നും അല്ലാത്ത പക്ഷം സഹകരിക്കാൻ ബുദ്ധിമുട്ടാണെന്നും ഒരു വിയോജന കുറിപ്പ് പോലെ ദാസേട്ടൻ ദേവരാജൻ മാസ്റ്ററെ അറിയിച്ചിരുന്നു. മാസ്റ്റർ വളരെ വേദനയോടെ ജോണി സാഗരികയുടെ കരാർ റദ്ദാക്കി 8 ലക്ഷത്തിന്റെ കരാറിന് ദാസേട്ടന് നൽകുകയായിരുന്നു. ആ വ്യവസ്ഥയിലാണ് ദാസേട്ടൻ പരിപാടിയിൽ പങ്കെടുത്തത് എന്നുമാണ് രാജേന്ദ്ര ബാബു പറഞ്ഞത്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.